ഗുഡ് മോർണിംഗ്. ഇനി നെക്സ്റ്റ് ലേഔട്ടാണ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ട്. പ്രോസസ്സ് ലേഔട്ടിന് നമ്മൾ ഫങ്ഷണൽ ലേഔട്ട് എന്നും കൂടി പറയും. അപ്പോൾ ലേഔട്ട് ഈ ഒരു ഫങ്ഷണൽ ലേഔട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാച്ചായിട്ട് പ്രൊഡക്ഷൻ നടത്തുക അല്ലെങ്കിൽ ജോബ് ലോട്ട് മാനുഫാക്ചർ എന്നാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരേപോലത്തെ മെഷീനായിരിക്കും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, അത് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടാവുക. അപ്പം ആ മെഷീൻസ് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് പിന്നെ അടുത്തതിലേക്ക്, അങ്ങനെ ആ ഒരു ഓർഡറിലായിരിക്കും ആ മെഷീൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് പ്രോസസ്സ്. അല്ലെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നോ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും പ്രോസസ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ടിൽ വരുന്നത്. ഇനി ഈ ഒരു മെഷീൻസ് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വണ്ണാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും വരുന്ന ഡിസ്റ്റൻസ് അത് വളരെ കുറവായിരിക്കണം. അതായത് ഒരുപാട് ദൂരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ലേബേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സും മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ്സിനും ദൂരം കൂടും. അപ്പോൾ എപ്പോഴും കുറഞ്ഞ ഡിസ്റ്റൻസിലായിരിക്കണം നമ്മൾ മെഷീൻസ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ മെഷീൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മെഷീൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ആ സീക്വൻസിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, ആ സീക്വൻസ് ഓഫ് പ്രോസസ്സ് എങ്ങനെയാണോ അത് ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ മെഷീൻസും കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ മെഷീൻസിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു കൺവീനിയൻസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ മെഷീൻസ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സൂപ്പർവിഷൻ നടത്താൻ പറ്റണം. കൃത്യമായിട്ട് എംപ്ലോയീസ് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സൂപ്പർവിഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ലേഔട്ടിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. മെഷീൻസ് പെർഫോമിംഗ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആർ ഇൻസ്റ്റാൾഡ് ഇൻ ദ ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. മെഷീൻസ് പെർഫോമിംഗ് കാസ്റ്റിംഗ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് മെഷീനാണോ വേണ്ടത് അത്. ഇപ്പോൾ ഓൾ ലേത്ത് മെഷീൻസ് ആർ ഇൻസ്റ്റാൾഡ് ഇൻ വൺ ഡിപ്പാർട്ട്മെൻറ്റ് നെയിംഡ് ലേത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. ദിസ് ടൈപ്പ് ഓഫ് ലേഔട്ട് ഈസ് ജനറലി അഡോപ്റ്റഡ് ഫോർ ജോബ് ordered production. This type of layout is also found in hospitals where separate centers are set up for particular type of medical care such as maternity wards, ICU ആൻഡ് സോ ആൻഡ് സോ. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് വർക്ക്സ് ആണോ വരുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ട മെഷീൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വെക്കുക. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വെക്കുക. ഇതാണ് പ്രധാനമായിട്ടും പ്രോസസ്സ്. എന്താണ് പ്രോസസ്സ് നടക്കുന്നത്, എന്താണ് ഫങ്ഷൻ നടക്കുന്നത്, അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷീൻസ് സെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി കുറവായിരിക്കും. ബിക്കോസ് ഇതിനകത്ത് ജനറൽ പേർപ്പസ് മെഷീൻസാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. യൂഷ്വലി ദ കോസ്റ്റ് ഓഫ് ജനറൽ പേർപ്പസ് മെഷീൻസ് ആർ വെരി ലോ ആൻഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് മെഷീൻ ഈസ് ഓൾസോ അവോയ്ഡഡ് ഇൻ ദിസ് process or functional layout. General purpose machines do not depreciate or it is not obsolete as rapidly as specialized machines. So the investment for this type of machines is comparatively lower. So the investment is very less. Then next one, greater flexibility. It will be more flexible because the operations can be changed without upsetting the existing layout. So the flexibility exists because the allotment of the work of the machines and the equipments and workers are very wide, and also the production capacity is not arranged in rigid sequence and fixed rate capacity with line balancing. So alteration or changes in the sequence of the operation can also be easily done in this layout. Then the next one is greater scope of expansion. There is the scope in this layout is also expanded because the capacities of the each line can be expanded as
easily as compared to other layouts. Then better utilization of resources. We know that the resources like main machines can be also effectively utilized or fully utilized under this layout, because workers in one section are not affected by the nature of the operation carried out in the another section, because one department, if the workers on the welding section is not interfering the department of lathe operation, so each department employees are working different works, and each department employees work is not interdependent and it will not affect each other, so we can effectively utilize the resources in the organization. Then the next and the last one, easy to handle breakdown. If sometimes there may be a cause of a machine breakdowns. If such happened, the work can be transferred from one machine to another machine, so it will not interrupt the overall production process of the organization, so we can easily handle the breakdown of the machines. Okay, then the next one is, what are the limitations of the this process of functional layout. First one is difficulty in material movement. We know that mechanical devices cannot be used to move materials, and also more floor space. We know that different department have different machines are installing, so there will be needed a more floor space also, because so many machines are installed in different departments. And next one is spaceful handling of materials. We know that each department have each machine, so the material is moved from one department to another and it may move back to the next department, so it will delay the process, or it will delay the production and the wastage in the materials. The next one, accumulation of work in progress. There is an accumulation of work in progress in different department, because if sometimes the material movement or machinery movements is very difficult, and so the work in progress is very high in this process. The next one, more time to manufacture. We know that work in progress has to travel from one place to another place to search on machines, so it will enhance the production time. Then the next one is difficulty in production control. Under this type of layout, it is also difficult to enforce the production control, and also it is very costly. Then the next one is anatomical inspection. There is a frequent inspection is required, so it's very costly and uneconomical. These are all the limitations of this process or functional layout. Then the next type of layout is project or fixed precision or stationary layout. Actually, in this case, few inputs tend to be static while the others are moving. അതായത് കുറച്ച് നിൽക്കും, കുറച്ച് എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. സോ ഹിയർ ദ പ്രോഡക്റ്റ് റിമെയിൻസ് അറ്റ് വൺ ലൊക്കേഷൻ. അതായത് പ്രോഡക്റ്റ് ഒരു സ്ഥലത്തായിരിക്കും നിൽക്കുക, ബാക്കിയുള്ള സാധനങ്ങളായിരിക്കും മൂവ് ചെയ്യുക. അതായത് ഇപ്പോൾ ഷിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഷിപ്പ് അവിടെ നിൽക്കുകയാണ്, നമ്മളെന്ത് ചെയ്യും, അവിടത്തേക്ക് എന്ത് ചെയ്യാണ്, മെഷീൻസും സാധനങ്ങളും കൊണ്ടുപോവാണ്. അപ്പം ആ നമ്മൾ എന്താണോ നമ്മൾ ലേഔട്ട്, ആ ലേഔട്ടിൻ്റെ ആ സാധനം എന്തായിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കും. അപ്പം ഇതിനകത്ത് എന്താ, ടൈപ്പ് ഓഫ് ലേഔട്ട് ഈസ് അഡോപ്റ്റഡ് വെൻ ദ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ഓഫ് സച്ച് നേച്ചർ, സൈസ്, വെയ്റ്റ് ദാറ്റ് ദർ മൂവ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് നോട്ട് പോസിബിൾ. മെൻ, എക്യുപ്മെൻറ്റ് ആൻഡ് ദ മെറ്റീരിയൽസ് ആർ മൂവിങ് ടു എ പ്ലേസ് വേർ ഓൾ മാനുഫാക്ചറിങ് ഈസ് ഗോയിങ് ഓൺ. എവിടെയാണോ പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, മെയിൻ എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ഷുഡ് ബി മൂവിങ് ഓൺ ദാറ്റ് പ്ലേസ്. നമുക്കറിയാം, അപ്പം ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ, അതുപോലെ തന്നെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബിൽഡിങ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ബിൽഡിങ് എവിടെയാണുള്ളത് അവിടേക്ക് എന്താണ് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുപോകണം, അവിടേക്ക് നമ്മൾ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകണം, അവിടേക്ക് നമ്മൾ ലേബേഴ്സിനും കൊണ്ടുപോകണം. സോ ബിൽഡിങ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മളൊരിക്കലും ബിൽഡിങ്ങിൻ്റെ അടുത്ത് അങ്ങോട്ട് മറിക്കൊന്നും ചെയ്യുന്നില്ല അല്ലേ. ഇപ്പോൾ സോപ്പും പെന്നൊക്കെ ഉണ്ടാക്കുന്ന പോലെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും നമ്മളെ പ്രോഡക്റ്റിന്. നോ, ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. അവിടേക്ക് വരുന്ന സാധനങ്ങൾക്കാണ് എന്തുണ്ടാവുക, മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. Advantages, first one, it is flexible, because this layout is fully flexible, because it absorbs the sort of changes what's in the production and the process, so the project can be completely completed according to the whatever the needs of the customers, or as per the specifications what we are already discussed. Then the next one is labor
lower labor cost, because people are drawn from functional department, therefore they move back to the representative department as soon as the work is over. So this is very economical. If a number of orders are at one hand, each one is in a different stage of process. So besides, one or two workers can be assigned to a project from the starting point to the finish point, and so it will reduce the overall cost of the labor in this process. Then the time saving, we know that the sequence of the operations can be changed if some materials do not arrive, or if some people are absent. Since the job assignment is so long, different sets of people operate simultaneously on the same assignment doing different operations. So we can save a lot of time in this process. Then some of the other benefits are also there. Then the other benefits means that actually it requires less floor space, because the machines and equipments are moving on the position where the product is there, and also this arrangement is more suitable way the of assembling the large and heavy products. And it has two disadvantages. Basically two disadvantages are the first one is higher capital investment. We know that compared to the other products or the process, capital investment is higher in this layout, because number of assignments are taken, investment in material, men and machines is made as very costly, so the higher capital investment is needed in this process. And then the next one is unsuitability. This type of layout is sometimes not suitable for the manufacturing or assembly small products in the large quantities, because it is suitable only in the cases where the product is very big or assembling process is very complex. So these are the disadvantages. So now today we have completed the different types of layouts, and next class we will start the what are the plannings of the plan layout and so and so. Thank you.